വെൽക്കം ബാക്ക് ഗായ്സ് ടു ഫിലിമി രസം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പടം എന്ന് പറയുന്നത് നമ്മുടെ ഈ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഡീമൺ സ്ലെയറിന്റെ ഇൻഫിനിറ്റി കാസിലാണ്. അപ്പൊ ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, അത് ആനിമേ സീരീസ് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. ഡീമൺ സ്ലെയർ എന്ന് പറയുന്ന ആനിമേ സീരീസിന്റെ എൻഡിങ് വെച്ചിട്ട് സീരീസിൽ എവിടെയാണ് എൻഡ് ചെയ്ത് അവിടെ വെച്ചിട്ട് അത് കഴിഞ്ഞുള്ള കണ്ടിന്യൂഷൻ വെച്ചിട്ടൊരു പടമാണ് ഇവർ ഇറക്കിയേക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഹറുവോ സോട്ടോസാക്കി എന്ന് പറയുന്ന ഒരു ആളാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടെ കുറെ ഡയറക്ടേഴ്സും ഉണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡയറക്ടർ. ഈ പടം ഇത് ആനിമെ കാണുന്നവരാണ്, ഈ ഡീമൺ സ്ലെയർ ഉള്ളവരാണെങ്കിൽ ഈ പടം മിസ്സാക്കരുത്. ഇത് തിയേറ്ററിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഉടനെ പോയി കണ്ടോ. സൂപ്പർ പടം തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. അതിന്റെ സ്റ്റോറി ലൈൻ ആയിക്കോട്ടെ, സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, അതിന്റെ ഫൈറ്റ് സീൻസ് ആയിക്കോട്ടെ, VFX ആൻഡ് ആനിമേഷൻ ഒരു രക്ഷയില്ല. അത് വേറെ റേഞ്ച്. അത് പണ്ട് മുതലേ ഡീമൺ സ്ലെയറിന്റെ ബാക്കി സീരീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ എപ്പോഴും ഉള്ള എടുത്തു നിൽക്കുന്ന ഒരു ആസ്പെക്ട് തന്നെയാണ്. അവരുടെ ഫൈറ്റ് സീൻസിൽ അവർ ചെലവാക്കുന്ന ബഡ്ജറ്റ് നിസാര ബഡ്ജറ്റ് അല്ല. എങ്ങനെയാണെങ്കിലും അവരുടെ ഫൈറ്റ് സീൻസിൽ എപ്പോഴും വരുന്ന ക്വാളിറ്റി ആയിട്ടുള്ള ആ ഒരു ആനിമേഷൻ, ആ ഒരു ക്ലാരിറ്റി ആണെങ്കിലും, ആ ഒരു HD ഡിഫിനേഷൻ ആണെങ്കിലും ശരി, ഒരു രക്ഷയില്ലാത്തൊരു പടം തന്നെയാണത്. പിന്നെ നമ്മൾ രണ്ടാമത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കറിയാം ആനിമി സംഭവം എന്ന് പറയുമ്പോഴേക്കും കുറെ ആൾക്കാർ ഡിസ്പൈസ് ചെയ്യുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് ആനിമ എന്ന് പറയുന്ന സാധനം എല്ലാവരും അങ്ങനെ കാണുന്നില്ല. നമ്മളത് ഈ ആനിമേനെ കുറ്റം പറയുന്ന പകുതി മുക്കാല് പേരും ഇത് കാണാതെയാണ് ഇത് കുറ്റം പറയുന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇത് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ എളുപ്പത്തിൽ തള്ളിക്കളയില്ല. കാരണം ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഇപ്പൊ മാർവലും DC ഒക്കെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു സ്റ്റോറി ലൈൻ ആയിരിക്കും എപ്പോഴും നമ്മുടെ ആനിമയ്ക്കകത്തും വരുന്നത്. ഇത് മാർവലും DC-ലും ഒക്കെ ഉള്ള ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടറിസ്റ്റിക്സ് പോലെ തന്നെയുള്ള വേറെ സൂപ്പർ ഹീറോസ് ആണ് ആനിമേസിൽ കാണിക്കുന്നത്, മാങ്ക, അതായത് ജാപ്പനീസ് കോമിക്സിൽ. സോ ഇത് നിങ്ങളിപ്പോൾ ഡീമൺ സ്ലെയർ ഇത് കാണാൻ നിങ്ങൾക്ക് ഇപ്പൊ ആനിമയിലോട്ട് നിങ്ങൾക്ക് കയറാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഡീമൺ സ്ലെയർ ആയിക്കോട്ടെ, ആദ്യത്തെ ഫസ്റ്റ് സീസണിലെ ഒരു 6 എപ്പിസോഡ് കണ്ടു നോക്കുക. 6 എപ്പിസോഡ് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ഡ്രോപ്പ് ചെയ്തേരെ. പക്ഷെ ഒരു 6 എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് പെർസ്യൂ ചെയ്താൽ മതി, കണ്ടിന്യൂ ചെയ്താൽ മതി. കാരണം ഈ സിനിമയൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിംസ് ആണ്. ഞാൻ കണ്ടേക്കുന്ന വെച്ച വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിംസ് ആണ്. ഞാൻ ഈ ഇടയ്ക്ക് കണ്ടിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിംസ്. ഈ ഇടയ്ക്ക് നല്ല ഫുള്ളായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അത്രയും നല്ല ഫൈറ്റ് സീൻസ് ആണ്, സ്റ്റോറി ലൈൻ ആണ്. അപ്പൊ അത്രയും അടിപൊളി പടമാണ്. അപ്പം നിങ്ങൾ ആനിമെ കാണാത്ത ആളാണെങ്കിൽ നിങ്ങളിത് കാണുന്നതിന് മുമ്പേ ജഡ്ജ് ചെയ്യാൻ നിൽക്കാതെ നിങ്ങൾ ഇത് ട്രൈ ഔട്ട് ചെയ്യുക. കാരണം ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും മിസ്സാക്കുന്നത്. പിന്നെ ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ, ഈ ആനിമെ കണ്ടിട്ടുള്ളവര് അറിയാം, ഈ പടം തന്നെ ഇറക്കിയിരിക്കുന്നത് മെയിൻ ആയിട്ടൊരു വില്ലന് വേണ്ടിയാണ്. അതായത് അവർ ഇൻഫിനിറ്റി കാസിൽ എന്നൊക്കെ പേരിട്ടിട്ടുണ്ട്. ഇൻഫിനിറ്റി കാസിലേക്ക് അവർ പോകുന്നുണ്ടെന്നുള്ള ശരിയായിരിക്കും. പക്ഷെ ഇതിനകത്ത് ക്യാരക്ടർ, ഇതിപ്പം നമ്മൾ ഓൾറെഡി അറിയാം, നമ്മൾ ഈ വീഡിയോ ജനിച്ച് ലേറ്റ് ആയിട്ട് ഇപ്പൊ ആൾക്കാരെ അറിഞ്ഞു കാണും ഏത് ക്യാരക്ടറിനെ പറ്റിയാണ്. നമ്മുടെ അക്കാസയെ പറ്റിയാണ് ഈ മെയിൻ ആയിട്ട് ഈ സിനിമ പോകുന്നത്. ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സിനിമയിലും ഹീറോയിനെ വരെ സൈഡാക്കി ഇങ്ങനെ വില്ലനെ കാണിക്കുന്ന ഒരു പടം ഇറക്കാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റൂല. കാരണം അക്കാസ എന്ന് പറയുന്ന വില്ലൻ ഓൾറെഡി ഓണറബിൾ ആയ ഒരു വില്ലനാണ്, നല്ല ഫാൻ ബേസ് ഉള്ള വില്ലനാണ്. പക്ഷെ ഈ ഒരു സിനിമയുടെ മുക്കാൽ പോർഷൻ പുള്ളിയുടെ ബാക്ക് സ്റ്റോറി, പുള്ളിയുടെ ജീവിതത്തിലെ ട്രാജിക് ഇവന്റ്സ്, പുള്ളിയുടെ പവേഴ്സ് ആൻഡ് പുള്ളിയുടെ ഫൈറ്റ് സീൻസ് എടുത്ത് കാണിക്കാൻ വേണ്ടി അവരൊരു പടം ഇറക്കി വിട്ടെന്ന് തന്നെ പറയണം. നിങ്ങളൊരു അക്കാസ ഫാൻ ആണെങ്കിൽ നിങ്ങൾ ഈ പടം കാണണം. ഇനി അല്ലെങ്കിലും നിങ്ങൾ ഈ പടം കാണണം. കാരണം ഈ പടം കാണുമ്പോൾ നിങ്ങൾ ഫാൻ അല്ലാത്ത ഒരാൾ ഫാൻ ആയി പോകും അക്കാസയുടെ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് നമ്മുടെ ഡീമൺ സ്ലെയറിനെ പറ്റി പറയാൻ. നിങ്ങൾ ആനിമെ നിങ്ങൾ ഈ ഡീമൺ സ്ലെയറിന്റെ ഫാൻ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക. കാരണം ഇതൊരു വൺ ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾ ഈ എക്സ്പീരിയൻസ് മിസ്സാക്കരുത്. ഞാൻ വീണ്ടും പറയാണ്, ഒരു രക്ഷയില്ല. അക്കാസനെ പറ്റി ആണെങ്കിലും ശരി, ബാക്കി ഹാഷറെ പറ്റി ആണെങ്കിലും പടം മൊത്തത്തിൽ 10-ൽ ഒരു 9.5 എങ്കിലും നമുക്ക് റേറ്റിംഗ് കൊടുക്കാം. അത്രയും നല്ല പടമാണ്. നിങ്ങൾ ചാൻസ് മിസ്സാക്കാതിരിക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഇനി ഇതുപോലെ കൂടുതൽ വീഡിയോസ് വരാനായിട്ട് സ്റ്റേ ട്യൂൺഡ്. സോ താങ്ക് യു.